നമസ്കാരം, എല്ലാവർക്കും വൺ ഡേ ക്യാപ്ചർ എന്ന ഞങ്ങളുടെ ചാനലിൻ്റെ വക ഓണാശംസകൾ നേരുന്നു. ഓണം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് മാവേലിയും പൂക്കളത്തെയും പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഓണത്തപ്പൻ. ഇങ്ങനെയൊരു ഓണത്തപ്പനെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ സാധാരണ വീടുകളിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെതൽപ്പുറ്റിൻ്റെ മണ്ണുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെതൽപ്പുറ്റിൻ്റെ മണ്ണ് കളക്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമ്മൾ എടുത്തു കൊണ്ടുവന്ന ചെതൽപ്പുറ്റിൻ്റെ മണ്ണ് വെള്ളമൊക്കെ വലിഞ്ഞ് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഉടച്ച് തരിയൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണിത്. ഇനി ശരിക്കും മാക്സിമം തരി കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും അടിപൊളിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇങ്ങനെ ഒരു പ്ലെയിൻ ബോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴയ്ക്കാനും എല്ലാത്തിനും എളുപ്പമായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരുപാടാകാണ്ട് നോക്കണം. ഒരുപാടായി കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടാനും ഇപ്പോഴത്തെ മഴ സമയത്ത് പാടായിട്ട് വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് വെള്ളം വലിയണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് മണ്ണ് വെള്ളം എല്ലാം വലിഞ്ഞ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിലൊന്ന് കുറച്ച് എടുത്തിട്ട് ചെയ്യാം. ഷേപ്പിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ നമുക്കിതിന് ഷേപ്പ് ചെയ്തെടുക്കാൻ 2 ടൈലിൻ്റെ പീസാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കിത് കറക്റ്റ് ചതുരത്തിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഷേപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് ഒരല്പം വെള്ളം ഉപയോഗിക്കണം. അപ്പോഴാണ് ഗ്ലേസിങ് നമുക്ക് കിട്ടുള്ളൂ. അല്പം വെള്ളം ഉപയോഗിച്ചതിന് ശേഷം പയ്യെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്കിത് നിവർത്തി വയ്ക്കാം. ബാക്കി പണികളെല്ലാം നിവർത്തിയതിന് ശേഷമാണ്. അപ്പോൾ നമ്മളിത് ഫിനിഷിങ് ചെയ്യണമെങ്കിൽ തൊട്ട് മുമ്പ് ഇതുപോലത്തെ ഒരു ടൈല് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതെടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കറക്കി ഫിനിഷിങ് ചെയ്യാൻ പറ്റും.
3 സൈസിലുള്ള മാത്രമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടി വരും. അപ്പോൾ അത് മഴയ്ക്കുമ്പോൾ അതും കൂടി ശരിയാക്കിയിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. സാധാരണയായി 5 ഓണത്തപ്പനെ തറയിലും 1 പടിയിലും 1 വീടിൻ്റെ അകത്തും വെക്കണം. ഈ വീടിനകത്ത് വെക്കുന്ന ഓണത്തപ്പൻ തിരുവോണത്തിൻ്റെ അന്ന് മഹാബലിയെ വരവേറ്റ് കൊണ്ടുവരുന്നതായിട്ടാണ് സങ്കല്പം. ഇതിൻ്റെ കൂടെ നമ്മൾ ചിരവ, അമ്മി, ആട്ടുകല്ല്, ഉരല് ഇതെല്ലാം ഉണ്ടാക്കാറുമുണ്ട്. ഇതെല്ലാം മണ്ണിലലിഞ്ഞ് ചേരണമെന്നാണ് പറയാറുള്ളത്. ഞങ്ങൾ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.